ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. പൂരുവിൻ വംശമിന്നു ഞാനിപ്പോൾ ചൊല്ലിടുവൻ, സാരനാകിയ ഭവാൻ തത്വംശജാതനല്ലോ. പുരുനന്ദനൻ ജനമേ ജയനവൻ പുത്രൻ, വീരനാം പ്രജിന്യാനും തൽസൂതൻ പ്രവീരനും. നമസൂവൻ മകൻ തൽസൂതൻ ചാരുപാദൻ, തൽസൂതനല്ലോ സുദ്യു. തൽസൂതൻ ബഹുഗവൻ, തൽസൂതൻ സംയാതിയും, തൽസൂതൻ അഹം യാതി. തൽസൂതൻ രൗദ്രാശനും അവനും കൃതാജിയിൽ നന്ദനഹൃദേയും കക്ഷേയും രണ്ടാമവൻ. തൽസൂതൻ പിന്നെ സ്തണ്ഡലിയൂയും നാലാമൻ തൽസൂതൻ കൃതേയൂവും പിന്നേവൻ ജലേയൂവും സന്തതേയൂവും പിന്നെ നന്ദനൻ ധർമ്മേയൂവും സത്യേയും ഹൃദയേയൂവും പത്താമൻ വനേയൂവും രൗദ്രാശ്വസൂദരിവർ മൂത്തവാന്തിവാരൻ അപൃഥ്വീശ്വരനെന്നും പുത്രന്മാർ 3 പേരും ഉണ്ട്. പ്രതിരഥൻ താനും ധ്രുവനും സുമതിയും അപ്രതീരിതാത്മജൻ കണ്ണൊന മഹാമുനി തൽപുത്രൻ മേധാതി. പ്രസ്കണ്വാദികൾ പിന്നെ സുമതിപുത്രൻ വൈര്യൻ തൽസൂതൻ ദൃശന്തനും അമിതബലനവൻ നായാടി നടക്കുമ്പോൾ. കണ്ണുതാപാസാശ്രമം പൂക്കോരു നേരം തത്രേ, പൂർണേന്ദുമുഖിയായ കന്യയെ കണ്ടിടിനാൻ സാക്ഷാൽ ഇന്ദിരാദേവി എന്നതുപോലെ. കണ്ടും സൂക്ഷ്മമാനസൻ നൃപൻ ചോദിച്ചാൻ മധുരമായി, ആരു നീ മനോഹരേ താതനാരടോ തവ ചാരുലോചനേ വനവാസമെന്തഹോ തവ. നിന്നെ കണ്ടതു മൂലമെന്നുടെ നേത്രങ്ങൾക്കു വന്നിതു സാഫല്യവും ചിത്തസൗഖ്യവും വന്നും. എന്നോടെ ചിത്തം തന്നിലാഗ്രഹമുണ്ടാകയാൽ ധന്യേ നീ രാജപുത്രി എന്നതും ഉറച്ചേ ഞാൻ. പൗരവരുടെ ചിത്തം അർഹതയില്ലാത്തോര് നാരിമാർ മണികളിൽ ചെല്ലുകയില്ല നൂനം. രാജഭാഷിതം കേട്ടു ലജ്ഞയായി മുഖം താഴ്ത്തി, രാജീവനേത്രേ താനും ചൊല്ലിനാൾ മധുരമായി. വിശ്വാമിത്രാത്മജ ഞാൻ മേനകമാതാവല്ലോ. വിഷയിക ഗുണനിധേ സത്യമെന്നറിഞ്ഞാലും, മാതാവ് വെടികയാൽ മാമുനിവരൻ കണ്വൻ താതനായി വളർക്കയാൽ ഇവിടെ വാണിടുന്നു. ശോകങ്ങളെ എനിക്കിപ്പോൾ തീർന്നിതു സകലവും, ലോകസുന്ദര നിന്നെ ഞാനിതാ വരിക്കുന്നേ. പൂജയും പരിഗ്രഹിച്ചാഹാരവും അതും ഭുക്യ രാജശേഖര ഭവാൻ സൗഖ്യമായി വസിച്ചാലും. കന്യകാവാക്യം കേട്ടു ചൊല്ലിനാൻ
നരപതി. ധന്യനായി ചമഞ്ഞു ഞാൻ നിന്നുടെ വാക്യത്തിനാൽ, തന്നോടു സാദൃശ്യനാം പതിയെ നരപതി. കന്യകമാർക്കു വരിക്കുന്നതും ഭാഗ്യമത്രേ എന്ന് ഉര ചെയ്തു ഗാന്ധർവാക്യമാം വിധി കൊണ്ടും. മന്നവൻ ശകുന്തള തന്നെയും വേട്ടേടിനാൻ, ഗർഭവും ഉൽപ്പാദിച്ചു ഗമിച്ചു നരേന്ദ്രനും. അർഭകൻ ജനിച്ചിതു കാലം വന്നോരു നേരം, പുത്രനു കർമ്മങ്ങളും ചെയ്തു കണ്വാമുനി. പുത്രനും സിംഹങ്ങളെ പിടിച്ചു കെട്ടേടിനാൻ. ഇത്തരം കണ്ടു മുനി ഭൂപതി സമീപത്ത്, സത്വരം കുമാരനെ കൊണ്ടുപോയി കാട്ടിയിടിനാൻ. വാർത്തകൾ ശകുന്തള ചൊന്നതും ദുഷ്യന്തനും ചിത്തത്തിൽ തോന്നായയാൽ സന്ദേഹിച്ചിരിക്കുമ്പോൾ, കേൾക്കായി ദശരീരി വാക്യവും നരപതേ. ഭോഷ്കല്ല ശകുന്തള ചൊന്നതും സത്യമത്രേ, നിന്നുടെ പുത്രനിവനില്ല സംശയമേതും എന്നു കേട്ടപ്പോൾ നൃപനെയൊക്കെയും ഉള്ളിൽ തോന്നി. പുത്രനെ പരിഗ്രഹിച്ചാസ്തയായി കാന്തയോടും, എത്രയും സുഖം പൂണ്ടുവാണിതു ചിരകാലം. പുത്രനാം ഭരതനു രാജ്യവും നൽകി നൃപൻ, പുത്രനാം ഭരതനു രാജ്യവും നൽകി നൃപൻ. ഉത്തമൻ തപം ചെയ്തു നാഗലോകവും പൂക്കാൻ, ചക്രപാണി തന്നെ അംശകലയായി ഭരതനും ചക്രവർത്തിത്വം ലഭിച്ച് എത്രയും വിളങ്ങിനാൻ. ദക്ഷിണഹസ്തതലേ ചക്രരേഖയുമുണ്ടങ്ങ്, അക്ഷികൾ പത്മം പോലെ രേഖകൾ പദദ്വയേ. വൈരജാസ്ഥാനത്തഭിഷിക്തനാം ഭരതനും പാരാതെ വ്യാധിമേധവും 55 ചെയ്തും. ദിക്കുകൾ ജയിച്ചാശു ദുഷ്ടന്മാരെയും കൊന്നു, സൽക്കർമ്മങ്ങളും പെന്നെ ചെയ്തസംഖ്യമായി. വീരശൗര്യാദ്യാരാദി ഗുണങ്ങൾ ബഹുമനോ ധൈര്യവും ഗാംഭീര്യവും ക്ഷമയും കരുണയും വിത്തവും എന്നു വേണ്ട സകല ഗുണങ്ങളും ഇത്രേ ഭുവനത്തിങ്കൽ ആർക്കുമില്ലിതുപോലെ.